ഉണ്ട് സംഭവം. ഫാസിൽ ബഷീറോ അങ്ങനെ കണ്ട ആ ഒരു ബ്രോ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മെന്റലിസ്റ്റ് സനന്തോ, അങ്ങനെ ആ ഒരു ബ്രോയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഒറിജിനൽ വീഡിയോ ആണ്. ഞാൻ ഒരിക്കലും ഇത് കള്ളത്തരം പറയുന്നതല്ല, ഒറിജിനൽ വീഡിയോ ആണത്. ആ ഒരു സംഭവം എൻ്റെ ക്യാമറയിൽ എങ്ങനെ ക്യാപ്ചറായി അതേപോലെയാണ് നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ അവരെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കുമല്ലോ, നിങ്ങൾ തന്നെ ഈ വീഡിയോ ഒന്ന് അവരെ മുമ്പിൽ എത്തിച്ച് ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് എന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ഒക്കെ വരുമ്പോഴത്തേന് അതെന്തുകൊണ്ടാണ് നടന്നത്, അത് എന്തുകൊണ്ടായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗോസ്റ്റ് വീഡിയോസ്. ഞാൻ കുറച്ച് നാളെന്ന് വെച്ചാൽ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, ഏകദേശം ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് 5 മാസമായി. പിന്നെ അല്ലാതെ ഒരു ലെങ്ത് വീഡിയോ ഇട്ടിട്ട് ഞാനിപ്പോൾ ഏകദേശം 1 വർഷത്തിൽ കൂടുതലായിട്ടിട്ട്. കാരണം മറ്റ് വർക്കുകളും കാരണമൊക്കെ ഇടാൻ പറ്റാത്തതാണ്. കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നത്, അത് കാരണമാണ് നമ്മൾ ഇതിനായിട്ട് യൂട്യൂബായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനത് മെയിനായിട്ട്. അങ്ങനെ ഞാൻ ഇപ്പം ഈ വീഡിയോ ഇടാൻ കാരണം 2023 തീരാറായി. പിന്നെ ലാസ്റ്റായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വെച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ്. കുറേ നാൾ ചെയ്യണമെന്ന് വെച്ചിരുന്ന വീഡിയോ, പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പോഴാണ് തോന്നിയത്, ഇപ്പം തന്നെ രാത്രി കിടന്നപ്പോൾ ഇങ്ങനെ തോന്നി ചുമ്മാ ഒരു വീഡിയോ ഇടാമെന്ന്. അങ്ങനെയാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഏകദേശം കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഇരുന്ന് സംസാരിക്കുന്ന കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്നും ഇങ്ങോട്ട് പച്ചടിച്ചിട്ടില്ല. എല്ലാവരും 40, 50, 100 വ്യൂസ്. ചില വീഡിയോസ് മാത്രമേ ഉള്ളൂ ഒരു 600 വ്യൂസൊക്കെ കയറിയത്, അല്ലാതെ ഒന്നും കയറിയിട്ടില്ല എൻ്റെ വീഡിയോസൊന്നും. അതിനുശേഷം ഞങ്ങളുടെ ചേട്ടൻ വന്നതിന്, ഞങ്ങളുടെ ബ്രദർ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് പണ്ടോട്ട് പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ഗോസ്റ്റ് വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇട്ടതാണ് ഗോസ്റ്റ് വീഡിയോസ്. ഇങ്ങനെ ഞങ്ങളുടെ വീടിന് കുറച്ച് ദൂരെ ഒരു ഇങ്ങനെ ഗോസ്റ്റ് വീടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി വീഡിയോ ഇട്ടാണ് കുറച്ചൊന്ന് റീച്ച് കയറി വന്ന്. അങ്ങനെയാണ് എനിക്ക് ഏകദേശം 6 സബ്സ്ക്രൈബേഴ്സ് കൂടുതലായത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അത്യാവശ്യം വീഡിയോസൊക്കെ ഇട്ടപ്പോഴത്തേന് കയറിപ്പോയി. പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ കണ്ടന്റ് കയറി വന്നായിരുന്നെങ്കിൽ ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 10,000 20,000 വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് വരെ കയറിയാണ്. പക്ഷേ ചേട്ടൻ ഗൾഫിൽ കയറി പോയപ്പോഴത്തേന് പിന്നെ ഒറ്റയ്ക്ക് പോകാനുള്ള മടിയും പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ആ ഒരു ഇതിലോട്ട് പോകാനതുമാണ്, അത് നിർത്തിയത് അതുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ഇടുന്നതേ ഉള്ളൂ ഞാൻ അല്ലാതെ ഇടുന്നത്. അപ്പോൾ സംഭവം ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഞാൻ സുമതി വളയിൽ പോയത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കില്ലേ. ഞാൻ എൻ്റെ ഇക്കായ്മയാണ് സുമതി വളയിൽ പോയത്. സംഭവം എന്ന് വെച്ചാൽ, അന്നാണ് എനിക്ക് യഥാർത്ഥത്തിൽ ആദ്യമായിട്ടൊരു ഗോസ്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എന്തായാലും ഒരു നമ്മൾ കാണാൻ പറ്റിയൊരു സംഭവം, നമ്മളില്ലെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സംഭവം ചെറുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ ഗോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. എനിക്കറിഞ്ഞൂടെ കറക്റ്റായിട്ടൊരു ഉത്തരം എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആരും ഇതൊരു കണ്ടുപിടിച്ചിട്ടില്ല, സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ അതിനുള്ള തെളിവ് എൻ്റെ ഇല്ല. കറക്റ്റായിട്ടത് ഗോസ്റ്റ് ആണെന്ന് പറയാനുള്ള തെളിവ് എൻ്റെ ഇല്ല. നിങ്ങൾ സുമതയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ പോയി കാണണം. കണ്ടിട്ട് ഇത് കണ്ടാലേ കാര്യമുള്ളൂ, അല്ലാതെ നമ്മൾ ചുമ്മാ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, അതിനകത്ത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടോ ആദ്യമേ. സംഭവം വെച്ചാൽ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു വെളിച്ചം ആ വളവിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഓഫായി പോകുന്നത്. അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ലൈറ്റ് ഒന്ന് ഓഫാക്കി നോക്കുന്നുണ്ട്. കാരണം അത് വളവിലോട്ട് പോലും വളഞ്ഞു പോയതാണെങ്കിൽ ചെറിയൊരു വെളിച്ചമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു വെട്ടം പോലും ഇല്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ മുമ്പോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഒരു വണ്ടിയോ ബൈക്കോ കാറോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മെയിനായിട്ട് പറയാനുള്ളത്, അവിടെ ഒരു വളവും ഇല്ലായിരുന്നു. ആ വെളിച്ചം എന്നത് ഒരു നിഗൂഢമാണ്. ഈ വീഡിയോ കണ്ടല്ലോ, അതിനകത്തൊരു വെളിച്ചം ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഒരു ഞാൻ ആദ്യം വിചാരിച്ചത് കാറാണെന്നാണ്. സംഭവം വെളിച്ചം കണ്ടപ്പോഴേ വിചാരിച്ചത്. പക്ഷെ വെള്ള കളറുള്ള വെളിച്ചമാണ് കണ്ടത്, മഞ്ഞയല്ല. നമ്മൾ സാധാരണ ഉള്ള വെള്ള കളറുള്ള ലൈറ്റുള്ള കാറുകളും ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അതൊന്നത് ഫുള്ളൊരു നാട്ടിൻ പ്രദേശമാണ്. അപ്പം എന്തായാലും ചില കാണാൻ ചാൻസ് ഉണ്ട് വെള്ള കളറിൽ. എന്തായാലും മഞ്ഞ കളറാണ് ചാൻസ് കൂടുതൽ, ഏറ്റവും കൂടുതൽ. പക്ഷെ മഞ്ഞ കളറല്ല കണ്ടത്, വെള്ള കളറാണ്. അങ്ങനെ
ആ വെട്ടം ഇങ്ങനെ പെട്ടെന്ന് നമ്മളെ ദിശയിലോട്ട് വന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിശയിലോട്ട് പോയിരുന്നു. പക്ഷേ സംഭവിച്ച കാറാണെന്നുണ്ടെങ്കിൽ ബാക്ക് ലൈറ്റ് കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ കാറ് വളഞ്ഞു പോകുമ്പോൾ ആ സൈഡിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെട്ടം അടിക്കും, ആ വെട്ടം എന്തായാലും. പക്ഷേ ആ ലൈറ്റ് ആണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് മാത്രം ഓർമ്മയുണ്ട്, പിന്നെ വെട്ടം കണ്ടിട്ടില്ല. എന്ത് സംഭവം എന്ന് എനിക്കിപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഇതുവരെ മറന്നിട്ട് പോലുമില്ല. ഇത്ര ഒരു വർഷത്തിൽ കൂടുതലായി, ഇതുവരെ മറന്നിട്ട് പോലുമില്ല. അങ്ങനെയാണ് എനിക്ക് ഒരു വിശ്വാസം ഒന്നുമല്ല, ഉണ്ടോ. സാധാരണ പണ്ട് എനിക്ക് നേരത്തെ എന്ന് വെച്ചാൽ പ്രേതം ഇല്ലെന്ന്, പ്രേതം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഇല്ല, ആ ഒരു സംഭവം ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ലെന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇതിന് ശേഷം ഈ എക്സ്പീരിയൻസ് നേരിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് അതിന് ശേഷം ഒരു ചെറിയൊരു ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരാൻ തുടങ്ങി എൻ്റെ മനസ്സിൽ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഇത് വെച്ചാൽ പ്രേതോനെ എടുത്ത് പറയുന്നില്ല. അത് ഒരു വെട്ടം വന്നത് പ്രേതമൊന്നും അല്ല, ആണെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അപ്പം എനിക്ക് സംശയം ഇത് ഉണ്ടോ, ഇത് യഥാർത്ഥത്തിൽ പ്രേതം ഉണ്ടോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല. എന്നാലും ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും ഇത് ഉണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി തുടങ്ങിയത് എനിക്ക്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്. സംഭവം ഫാസിൽ ബഷീറോ അങ്ങനെ കണ്ട ആ ഒരു ബ്രോ ഒക്കെ ഉണ്ടല്ലോ. സംഭവം ആ ബ്രോ ആണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തി പറയുന്ന ഒരു ബ്രോയാണത്. ഇപ്പം പിന്നെ ആരായിരുന്നു, പിന്നെ മെന്റലിസ്റ്റ് ആണെന്നോ അങ്ങനെ ആ ഒരു ബ്രോയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതിനെപ്പറ്റി ഈ പ്രയത്നത്തെ പറ്റി അങ്ങനെ സംഭവം ഇല്ലെന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പം എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഒറിജിനൽ വീഡിയോ ആണ്. ഞാൻ ഒരിക്കലും ഇത് കള്ളത്തരം പറയുന്നതല്ല, ഒറിജിനൽ വീഡിയോ ആണത്. ആ ഒരു സംഭവം എൻ്റെ ക്യാമറയിൽ എങ്ങനെ ക്യാപ്ചറായി അതേപോലെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഒരു വെട്ടം വരുന്നത് അങ്ങോട്ട് പോകുന്നു. ഒരു കാറാണെങ്കിൽ അങ്ങോട്ട് ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ തന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ബാക്ക് ലൈറ്റ് റെഡ് കളർ നമുക്ക് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ അത് അങ്ങ് ഓപ്പോസിറ്റ് അടിയിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ വേറെ ട്വിസ്റ്റിനകത്തുണ്ട്, ആ സൈഡിലോട്ട് പോയെന്നല്ലേ പറഞ്ഞത്. അങ്ങോട്ടാണ് മുമ്പോട്ട് വരുമ്പം ആ ഭാഗത്ത് ഒരു വളവ് പോലും ഇല്ല, എങ്ങോട്ടും ഇല്ല വളവ്, സ്ട്രെയിറ്റ് റോഡ് മാത്രം. ചെല്ലുവാന്നാൽ തന്നെ കാടാ ഫുള്ള്. കാടെന്ന് വെച്ചാൽ അടുത്തടുത്ത് മരം, ഒരു കാറൊന്നും എല്ലാവരും കയറി പോകില്ല, ഫുള്ള് കാടാ സൈഡ് ഫുള്ള്. കാറൊന്നും എന്തായാലും കയറി പോകാൻ പോകുന്നില്ല, ബൈക്കും കയറി പോകാൻ പോകുന്നില്ല അങ്ങോട്ടൊന്നും. വീടേ ഇല്ല ആ ഭാഗത്തൊന്നും, വീടും ഇല്ല, ഒന്നുമില്ല, വഴിയും ഒന്നുമില്ല. പക്ഷെ ആ വെട്ടം അങ്ങോട്ട് പോകുന്നത് എനിക്ക് ഇപ്പോഴും പറഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ അവരെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിരിക്കുമല്ലോ, നിങ്ങൾ തന്നെ ഈ വീഡിയോ ഒന്ന് അവരെ മുമ്പിൽ എത്തിച്ച് ഇതിൻ്റെ സൊല്യൂഷൻ ഒന്ന് എന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ഒക്കെ വരുമ്പോഴത്തേന് അതെന്തുകൊണ്ടാണ് നടന്നത്, അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അവരുടെ രീതിയിൽ ആ ഒരു വീഡിയോ എന്തായാലും അവർ ഇടുമല്ലോ. വീഡിയോ ഇട്ടില്ലെങ്കിലും എനിക്ക് വീഡിയോ ഇടണമെന്നൊന്നുമില്ല, അവരെന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചെങ്കിലും അതെന്തുകൊണ്ടായിരിക്കും സംഭവിച്ചതെന്ന് പറയാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ പ്രേതമൊന്നും സംഭവം വിശ്വാസമില്ല. പക്ഷേ ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നു തുടങ്ങി. അതിനുശേഷം അന്നോട്ട് ആ ഒരു വർഷം കൊണ്ട് എനിക്കതുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ഇവരെ വീഡിയോ കണ്ടു തുടങ്ങി. അപ്പോഴാണ് ചിന്തിച്ചത്, ഇങ്ങനെ ഇവരടുത്ത് ചോദിച്ചാലോ, നേരിട്ട് ചോദിച്ചാൽ എന്തായാലും മെസ്സേജ് അയച്ചാൽ അവരെ വലിയ ആൾക്കാരല്ലേ, മെസ്സേജ് അയച്ചാൽ അവർ കാണാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അവരെ ടാഗ് ചെയ്യുകയും ചെയ്ത് ചിലപ്പോൾ അവർ ശ്രദ്ധിച്ച്, എനിക്ക് അവർ വീഡിയോ ഇടണമെന്നില്ല, അവരെ വെല്ലുവിളിക്കുന്നൊന്നുമല്ല. സംഭവം ചില എനിക്ക് മെസ്സേജ് അയച്ചാലും മതി, എന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് സംഭവിച്ചത്. എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. സംഭവം ഫുള്ള് ഒന്നും മനസ്സിലാവില്ല. എന്തോ സംഭവം, ആ വെട്ടം അങ്ങോട്ട് പോയി, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ ചാൻസ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇതിനെപ്പറ്റി. പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നതാണ് സുമതി വളരെ എക്സ്പീരിയൻസിനെയൊക്കെ പറ്റി. അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ കണ്ടന്റ് നമ്മുടെ 2023. എൻ്റെ സംശയമാണ് ഇത് അവരുടെ മുമ്പിൽ എത്തുവാണെങ്കിൽ നല്ല കാര്യം. ഇതിനൊരു സൊല്യൂഷൻ അവരുടെ മനസ്സിലുണ്ട്, അവരെനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ അത്ര നല്ല കാര്യം. എൻ്റെ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് വീണ്ടും ഇല്ലെന്നുള്ള രീതിയിലാവും. ഇല്ലെന്നുള്ളതല്ല, ഉണ്ടെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ എൻ്റെ മനസ്സിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരു വിശ്വാസം അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അത് മാറ്റാൻ അവർക്ക് അറിയാമെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്താൽ അവർ കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവരുടെ മുമ്പിൽ എത്തുവാണെങ്കിൽ, അവർ സൊല്യൂഷൻ കണ്ടെന്ന് തരുവാണെങ്കിൽ, അവർ എന്തുകൊണ്ടാണ് പറഞ്ഞു തരുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം അവർ ഷെയർ ചെയ്യുകയും എന്തെങ്കിലും ചെയ്ത് വീഡിയോ
ഒന്ന് എത്തിക്കുക. ഞാൻ ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പം നോക്കാം നമുക്ക് എന്താന്ന്. അപ്പം ഇനി 2024 കാണാം, അടുത്ത വർഷം കാണാം. അടുത്ത വർഷം കുറച്ച് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. ഇപ്പം മെസ്സേജ് ഇല്ല, ഒരു 6 മാസം മുമ്പൊക്കെ വരെ മെസ്സേജ് ഉണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിലൊക്കെ വരുമായിരുന്നു എല്ലാവരും വന്നിട്ട്, എന്താ ബ്രോ വീഡിയോ ഇടാത്ത, പുതിയ ഗോസ്റ്റ് വീഡിയോസ് ഒന്നും വരാത്ത എന്താ. എല്ലായിടത്തും സോറി പറയുകയാണ്. നമുക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ ക്യാമറയുടെ വർക്ക് പരമായ രീതിയിലും പിന്നെ പഠിത്തവും എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഒന്നും നമുക്ക് നടക്കുന്നില്ല. പിന്നെ എഡിറ്റിങ്ങും വേറെ വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോ എഡിറ്റിങ്ങും എല്ലാം കൂടെ വന്നപ്പോഴത്തേന് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യണമെന്ന്. പക്ഷേ ആ ഒരു ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തവർ. ആ ചോദിച്ചതെല്ലാം നന്ദിയുണ്ട്. കാരണം എന്നെ ഈ ലോകത്ത് വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ വന്ന് എൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരാൾ വന്ന് 1, 2, 3 പേരായിക്കോട്ട്, എത്ര പേരാണെങ്കിൽ ഒരാളാണെങ്കിൽ തന്നെ വന്ന് ചോദിച്ച് എന്താ വീഡിയോ ഇടാത്തതിന് ചോദിച്ച് എന്നെ ഓർക്കുന്നുണ്ടെന്നൊരു ഇത് ഈ ഒരു സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് നന്ദി പറയുകയാണ്. പിന്നെ അവരൊരു സോറിയും പറയുകയാണ്. മാക്സിമം ഞാൻ എൻ്റെ ബ്രദർ വരുന്നുണ്ട്, ചിലപ്പം വീടാൻ പറ്റുമെങ്കിൽ ഇനി ഇടാം. നമ്മൾ കേരളം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറവാണ്, എല്ലായിടത്തും ആളുകളുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ആയതുകൊണ്ട് ആളുകൾ കുറവുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാനുള്ള കണ്ടന്റിനുള്ള വീടൊന്നും കിട്ടുന്നില്ല, വീടും ബിൽഡിങ്ങും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്തായാലും ഫേക്കായിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും നോക്കാം. ഇപ്പോൾ എല്ലായിടത്തും അവൻ വന്ന് ചോദിച്ചതെല്ലാം നന്ദി പറഞ്ഞ് ഒരു സോറിയും പറഞ്ഞ് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ബൈ.